ആലപ്പുഴ തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിന്റെ വായ്പ സർക്കാർ എഴുതിത്തള്ളി. 3 വർഷമായി SC/ST കോർപ്പറേഷനിൽ പണയത്തിലിരുന്ന ആധാരം കുടുംബത്തിന് തിരികെ നൽകി. മറ്റു വായ്പകൾ വീട്ടാൻ സഹായിക്കുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതായി കുടുംബം പറഞ്ഞു. തകഴി കുന്നുമ്മ കാട്ടിപ്പറമ്പിൽ പ്രസാദിന്റെ ഭാര്യ ഓമന 2021 ഏപ്രിൽ 29-ന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ പണയപ്പെടുത്തിയ ആധാരമാണ് തിരികെ ലഭിച്ചത്. സ്വയം തൊഴിൽ വായ്പയായി 60,000 രൂപയാണ് ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്തത്. ഇതിൽ 15,000 രൂപയോളം തിരിച്ചടച്ചിരുന്നു. 11 മാസക്കാലമായി തിരിച്ചടവ് മുടങ്ങിയിരുന്നു. കുടിശ്ശികയുടെ പേരിൽ ഒരാഴ്ച മുമ്പ് ഇവർക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചു. ഇത് വിവാദമായതിനു പിന്നാലെ മന്ത്രി കെ രാധാകൃഷ്ണൻ ജപ്തി നോട്ടീസ് മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകി. തുടർന്ന് പണമടച്ച ആധാരമെടുക്കാനായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ എത്തിയെങ്കിലും ആധാരം നൽകിയില്ല. തുടർന്ന് BJP പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. കടബാധ്യത എഴുതിത്തള്ളാമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. തുടർന്ന് ഇന്ന് വൈകിട്ട് കോർപ്പറേഷൻ ജില്ലാ മാനേജർ വീട്ടിലെത്തി ഓമനയ്ക്ക് ആധാരം കൈമാറി. സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സാറും മന്ത്രിയായിട്ട് ഇടപെട്ട് സംസാരിച്ച് നമ്മുടെ ലോൺ ഇപ്പോൾ എഴുതി തള്ളി. ശനിയാഴ്ചയായിരുന്നു ഇതെല്ലാം. അത് കഴിഞ്ഞ് ഇപ്പം വന്ന് ഇന്ന് നമ്മുടെ ആധാരം പട്ടികജാതി വികസന ഓഫീസിൽ നിന്ന് സാറ് വന്ന് മാനേജർ വന്ന് കൊണ്ടെത്താൻ. കുടുംബത്തിന്റെ മൊത്തം കടബാധ്യതയായ 3,70,000 രൂപ നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചതായി കുടുംബം പറഞ്ഞു. 2023 നവംബർ 11-നാണ് പ്രസാദ് ജീവനൊടുക്കിയത്. കൃഷി നടത്തുന്നതിനായി പല ബാങ്കുകളും കയറിയിറങ്ങിയിട്ടും വായ്പ ലഭിക്കാതെ വന്നതോടെയാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. 24 ആലപ്പുഴ.